ഈ ഒരു ആൾട്ടോന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? ഇത് വരുന്നത് 2013 മോഡൽ ഓൾട്ടോ 800 VXA ആണ്. VXA. പിന്നെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ വണ്ടികൾ കിട്ടാൻ റയറാണ്. കാരണം ഇത് കിലോമീറ്റർ ആകെ 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത്ര വർഷമായിട്ടും 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് കമ്പനി സർവീസ് അല്ലേ? കമ്പനി സർവീസ്, സിംഗിൾ യൂസ്. കിലോമീറ്റർ തിരിക്കാൻ മറിക്കാൻ പരിപാടി ഒന്നും നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് ട്രൂ വാല്യൂല് വരത്തില്ല. കാരണം നമുക്ക് ഫ്ലഡ് വെഹിക്കിൾ ആയാലോ കിലോമീറ്റർ തിരിച്ച വെഹിക്കിൾസ് ആയാലോ ടാക്സി ഓടിയ വെഹിക്കിൾസ് ആയാലും പോലും നമ്മൾ പർച്ചേസിംഗ് ഇല്ല. ഫുള്ള് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടേക്ക് വണ്ടി പർച്ചേസ് ചെയ്യണം. ഇതിപ്പോ ഒരു കസ്റ്റമർ ഇപ്പോൾ തിരിച്ചും മറിച്ച് കൊടുക്കുന്ന നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഇപ്പോൾ സൺഡേസ് മാത്രമായിരിക്കും ഓട്ടം വരുന്നത്. ചില ആൾക്കാർ 2 വീലറായിരിക്കും ഉപയോഗിക്കുന്നത് കൂടുതൽ. അപ്പോൾ അവർ ഞായറാഴ്ച പള്ളി പോകാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പല ഇഷ്യൂസ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വണ്ടി ഇവിടെ എടുത്തിട്ട് ആളിപ്പോൾ വർക്ക് ചെയ്യണം, ചിലപ്പോൾ ബാംഗ്ലൂർ ആയിരിക്കും. അങ്ങനെ അതായത് റെയർ പീസ് ആണ്. റെയർ ആണ്. 13 മോഡല് 16,000 സിംഗിൾ യൂസ് വണ്ടി. ഇത് LXA അല്ല, VXA ആണ്. VXA അഡീഷണൽ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ ഇതിൽ വന്നത് AC പവർ സ്റ്റിയറിംഗ്, പിന്നെ ഫ്രണ്ട് 2 പവറിന്റെ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വീൽ ആഡ് ഓൺ ആയി വരും. അത് വരുമല്ലേ? പിന്നെ ഇതിൽ കസ്റ്റമർ അഡീഷണൽ ഷോറൂമിൽ തന്നെ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്ത ഒരു മോഡലാണ്. ജെനുവിൻ സീറ്റ് കവേഴ്സ് ഉണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പക്കയാണ്, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ, ഇൻഷുറൻസും പൊല്യൂഷനും എല്ലാം അടക്കം. അതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? അപ്പോൾ ഇത് 2,36,000 പ്രൈസ് തന്നെ. 2,36,000 രൂപയാണ് പ്രൈസ് വരുന്നത് അല്ലേ? ഇതിനും ലോൺ ചെയ്യാൻ പറ്റും. നമുക്കൊരു 3 കൊല്ലം ആ സ്കീമിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 3 കൊല്ലത്തെ, അതായത് കുറച്ച് ഇയർ കൂടിയതുകൊണ്ട് ഇതിന് നമുക്ക് 3 കൊല്ലത്തെ ലോൺ ചെയ്ത്. പക്ഷെ നമുക്ക് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 80-85% വരെ ചെയ്ത് കൊടുക്കാം. എല്ലാം ചെയ്ത് കൊടുക്കാം. ഓക്കെ. 2022 വാഗനർ VXA ആണ്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. VXA 1 ലിറ്റർ എഞ്ചിനാണ് തന്നെ. 1000 cc വരുന്ന വാഹനമാണ്. അത്യാവശ്യം മൈലേജ് ഉള്ള മോഡലാണ്. പെട്രോൾ എഞ്ചിൻ. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഇത് സിംഗിൾ യൂസ് ആണ്. കിലോമീറ്റർ 25,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് കമ്പനി സർവീസും വേറെ തട്ടമുട്ടോ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടി ട്രൂ വാല്യൂ സർട്ടിഫൈഡ് കാറ്റഗറിയുള്ള വെഹിക്കിളാണ്. അതുകൂടാതെ നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. വാറണ്ടി എന്ന് പറയുമ്പോൾ ഈ വണ്ടിക്ക് ഓൾറെഡി എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. ഇപ്പോൾ 2 കൊല്ലം കൂടി എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടാവും. ആ എക്സ്റ്റൻഡ് വാറണ്ടി തീരുന്ന ദിവസം വെഹിക്കിൾ നമ്മുടെ ട്രൂ വാല്യൂ 1 ഇയർ വാറണ്ടി സ്റ്റാർട്ടിങ് വന്നത്. അതായത് നിലവിൽ 2 വർഷത്തെ വാറണ്ടി വാഹനത്തിനുണ്ട്. ആ വാറണ്ടി കഴിഞ്ഞോട് പോയിട്ട് ഇവർ കൊടുക്കുന്ന ഒരു വാറണ്ടി ടോട്ടൽ 3 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ്. ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ പരിപൂർണ്ണ വിശ്വാസമായിട്ട്. കാരണം നമുക്ക് വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാറണ്ടി പീരീഡിൽ ഇതൊക്കെ നമുക്ക് കവർ ചെയ്ത് പോവാം അല്ലേ? ഇത് VXA എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? നമുക്ക് ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 എയർ ബാഗ് ABS വരുന്നുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്ന മോഡലാണ്. അതായത് VXA അത് മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ കൂടി എല്ലാ തരം ഫീച്ചേഴ്സ്, അതായത് എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അലോയിൽ ക്യാമറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന വില ഇത് 5,60,000 വരും. 5,60,60,000 രൂപ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാവും. ഇത് 2019 VXA 1.2 ഓട്ടോമാറ്റിക് ആണ്. നേരത്തെ പരിചയപ്പെട്ടത് 1000 cc. ഇത് 1200 cc. 2019 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ യൂസ് ആണ്. 56,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ മൈലേജ് ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം പവറുള്ള വണ്ടിയാണ്. 4 സിലിണ്ടറും കൂടിയാണ് വണ്ടി. 4 സിലിണ്ടർ ആണ്. 1200 ആണ് cc. എത്ര കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞു? ഇത് 56,000 കിലോമീറ്റർ. 56,000 കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇത് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്ന മോഡലാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് സീറ്റ് കവേഴ്സ് ചെയ്ത ABS കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ABS, 2 എയർ ബാഗ്, സെൻസറും വരുന്നുണ്ട്. ABS, എയർ ബാഗ്, സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കണ്ടീഷൻ ടയേഴ്സ് ആണ് നിലവിലുള്ളത്. ഇതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിലവിൽ ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇൻഷുറൻസ് ആയാലും പൊല്യൂഷൻ ആയാലും എല്ലാം ക്ലിയർ ആണ്. വാഹനം എടുത്ത് അങ്ങനെ നമുക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ RC ട്രാൻസ്ഫർ പോലും നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യണത്. കസ്റ്റമർ വണ്ടി എടുത്തിട്ട് അതിന്റെ പുറകെ ഒന്നും പോകേണ്ടി വരില്ല. നമ്മൾ ത്രൂ തന്നെ പേര് മാറിയിട്ട് കസ്റ്റമർ ബൈക്ക് കുറയത് പോയിക്കോളും. അതെ, വണ്ടി എടുത്തിട്ട് പിന്നെ അതിന് പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിലായിട്ടുള്ള RC നമ്മുടെ വീട്ടിലോട്ട് എത്തും. വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 5,25,000 പ്രൈസ്. 5,25,000 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? വാറണ്ടിയും കാര്യങ്ങളുണ്ടോ? വാറണ്ടി എന്ന് പറയുമ്പോൾ ഇത് 6 months മാരുതി വാറണ്ടി ആണ്. പ്ലസ് 3 ഫ്രീ സർവീസും വരുന്നുണ്ടാവും. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ്. ഇത് റെനോൾട്ടിന്റെ 7 സീറ്റർ ട്രൈബർ ആണ്. 7 സീറ്റർ സെഗ്മെന്റ് വാഹനമല്ലേ? അത്യാവശ്യം വലിയ ഫാമിലിയൊക്കെ നല്ല 6-7 മെമ്പേഴ്സ് ഉള്ള ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് വരുമ്പോൾ 2023 മോഡലാണ്. 2023 ഓഗസ്റ്റിലാണ് വണ്ടി രജിസ്ട്രേഷൻ ചെയ്തത്. സിംഗിൾ യൂസ് ആണ്. വേറെ ആക്സിഡന്റ് ഫ്രീ വെഹിക്കിൾ ആണ്. ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല.
എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 10,000 കിലോമീറ്റർ ആകെ ഓടി. വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ്. സിംഗിൾ ഓണർ എന്ന് പറഞ്ഞല്ലേ? ഇതിന്റെ വേരിയന്റ് ഏത് വരുന്നത്? ഇത് RX-Z ആണ്. അതായത് ഇതിന്റെ ഫുൾ ഓപ്ഷൻ ആണ്. ഇതിൽ തന്നെ ഈ സെഗ്മെന്റിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ്. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ ഇത് 23 മോഡലായിരുന്നു. നമുക്ക് ഇതിന്റെ ഷോറൂം വാറണ്ടി, എക്സ്റ്റൻഡ് വാറണ്ടിന്റെ ബാലൻസ് ഉണ്ട്. അത് കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? നമുക്ക് ഇതിലിപ്പോൾ 4 പവർ വിൻഡോ, 2 എയർ ബാഗ്, ABS, റെയർ പാർക്കിംഗ് സെൻസർ, പിന്നെ നമുക്ക് അലോയ് വീൽസ് വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇൻബിൽഡ് വരുന്ന മോഡലാണ്. എല്ലാം ഉണ്ട്. അതായത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാം കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് എല്ലാം ഉണ്ട്. ഇതിന് ചോദിക്കുന്ന വില എത്ര? ഇത് 6,85,000 രൂപ. 6,85,000 ചോദിക്കുന്ന പ്രൈസ്. ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ലോൺ തിരിച്ചെടുത്ത് കിട്ടും. നമുക്കൊരു എങ്ങനെ ഒരു 95% 95% 23 ആയതുകൊണ്ട് നമുക്ക് മാക്സിമം നല്ല സിബിൽ സ്കോറും കാര്യങ്ങളുള്ള പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വരുന്നതെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണല്ലേ? ഇത് 2022 മോഡൽ ലാസ്റ്റ് വണ്ടിയാണ്. 2022 ഡിസംബറിലാണ് ഈ വണ്ടി രജിസ്ട്രേഷൻ ചെയ്തേക്കുന്നത്. സ്വിഫ്റ്റ് VX ഓട്ടോമാറ്റിക് കൂടിയാണ്. AGS ഓട്ടോ ഗിയർ. അപ്പോൾ മൈലേജും കാര്യങ്ങളൊക്കെ മൈലേജ് നമുക്ക് മാനുവൽ സെയിം മൈലേജ് ഇതിൽ വരുന്നത്. എങ്ങനെ പോയാലും നമുക്കൊരു 17-18 റേഞ്ച് നമുക്ക്. ഇത് 4 സിലിണ്ടർ വണ്ടിയല്ലേ? 4 സിലിണ്ടർ വണ്ടിയാണ്. ഇപ്പൊ ഇറങ്ങുന്നതൊക്കെ 3 സിലിണ്ടർ ആണ്. 4 സിലിണ്ടർ വാഹനമൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പറ്റുന്ന ഒരു വാഹനമാണ്. നല്ല കളറാണ്, ഡിമാൻഡുള്ള കളറാണ്. ഈ വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് ഇത് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, പിന്നെ റെയർ സെൻസർ വരുന്നുണ്ട്. ക്യാമറ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ക്യാമറ ചെയ്ത വണ്ടിയാണ്. പിന്നെ 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്ന മോഡൽ. സെൻട്രൽ ലോക്ക് കാര്യങ്ങളുണ്ട്. മിറർ ഇൻഡിക്കേറ്റർ, ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സ് ആണ്. അതെ, കിലോമീറ്റർ ആകെ 12,000 കിലോമീറ്റർ ആകെ ബാലൻസ് വരുന്ന ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 7,70,000 രൂപ. 7,70,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇത് 2021 മോഡൽ സ്വിഫ്റ്റ് LXA ആണ്. ബേസ് വേരിയന്റ് ആണ്. അതുപോലെ തന്നെ സിംഗിൾ യൂസ് വണ്ടിയാണ്. ആകെ 42,000 കിലോമീറ്റർ ആകെ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ 2021 മോഡലായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മാരുതിയുടെ ട്രൂ വാല്യൂ സർട്ടിഫൈഡ് ആണ്. 1 ഇയർ മാരുതി വാറണ്ടിയും പ്ലസ് 3 റീസർവീസും തരുന്നൊരു മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 5,80,000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ നമുക്ക് ലോൺ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. നമുക്ക് 95% വരെ നമുക്ക് ലോണും ചെയ്യാം. പിന്നെ മാക്സിമം ഫണ്ടിങ്ങും അതുപോലെ തന്നെ 5 ഇയേഴ്സ് വരെ നമുക്ക് ലോൺ ചെയ്യാനും പറ്റും. അടുത്തായിട്ട് മാരുതിയുടെ നെക്സയിലെ പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ XL6 അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇതൊരു 6 സീറ്റർ വെഹിക്കിൾ ആണ്. 6 സീറ്റർ. ഇത് നമുക്ക് 2022 മോഡൽ XL6 സീറ്റ എന്നുള്ള ഓപ്ഷനാണ്. അതായത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള ഒരു മോഡലാണ് സീറ്റ. ടോപ്പിന്റെ എല്ലാം ഫുൾ ഓപ്ഷൻ തന്നെയാണ്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ യൂസ് ആണ്. സിംഗിൾ ഓണർ ആണ്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതില് വേറെ ഇത് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും വണ്ടിക്കകത്തില്ല. പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. നമ്മുടെ വാറണ്ടിയും വരുന്നുണ്ട്. ഇത് സീറ്റ എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതില് നമുക്ക് അലോയ്സ് ഉണ്ട്. കീലെസ് എൻട്രി ആണ് തന്നെ. പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ, ടച്ച് സ്റ്റീരിയോ, 4 ഡോർ പവർ വിൻഡോസ് ഒക്കെ വരുന്ന മോഡൽ. സെൻസർ, ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാം ഉണ്ട്. അതെ, അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ. എല്ലാം ക്ലിയർ. ഇതിന് ചോദിക്കുന്ന വില എത്ര? ഇത് 10,70,000 രൂപ പ്രൈസ്. 10,70,000. ഇതിന് വാറണ്ടി കാര്യങ്ങൾ കൊടുക്കും? വാറണ്ടി ഉണ്ട്. വാറണ്ടി നമുക്ക് ഇതിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വാറണ്ടിയാണ്. പിന്നെ വണ്ടിക്കകത്ത് ഓൾറെഡി എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. അത് എത്ര വർഷത്തെ? അത് 3 കൊല്ലത്തെ വാറണ്ടി ഉണ്ട് വണ്ടിക്ക്. ഇനി 3 കൊല്ലം എക്സ്റ്റൻഡ് വാറണ്ടി ഓൾറെഡി ഉണ്ട്, കമ്പനി വാറണ്ടി. അതിന് പുറമെ നിങ്ങളുടെ 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. ടോട്ടൽ 4 വർഷത്തെ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. എന്തുകൊണ്ടും നമുക്കൊരു പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ലക്ഷങ്ങളും മാറ്റങ്ങളിൽ നമുക്കൊരു യൂസ്ഡ് കാർ ആ പുതിയ വാഹനം എടുക്കാൻ അതേ ലാഘവത്തോടെ എടുക്കാം അല്ലേ? അടുത്തായി ടാറ്റയുടെ ടിയാഗോ. ഇത് ടിയാഗോ ആണോ ശരിക്കും? ഇത് ടിയാഗോ തന്നെയാണ്. ടിയാഗോയുടെ XZ NRG മോഡലാണ്. NRG ഒരു സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. അതെ അതെ. അതായത് നമുക്ക് നോർമൽ ടിയാഗോ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് സസ്പെൻഷൻ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ ഒരു മോഡലാണ്. ഓക്കെ, അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചും കൂടി ആയിട്ട് അല്ല എന്തോ മാറ്റം ഉണ്ട്. നമ്മൾ ടിയാഗോയിൽ നിന്ന് എന്തോ മാറ്റം വാഹനത്തിന് കാണുന്നത്. ഞാൻ വിചാരിച്ചു പേര് മാറിയത് വിചാരിച്ചു. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2022 മോഡൽ 26,000 കിലോമീറ്റർ സിംഗിൾ യൂസ് ആണ് വണ്ടി. പെട്രോൾ ഡീസൽ? പെട്രോൾ എഞ്ചിൻ. 26,000 കിലോമീറ്റർ കമ്പനി സർവീസ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ചെക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടുള്ള വാഹനമാണ്. ഇതിൽ NRG എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ലിമിറ്റഡ് എഡിഷൻ. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 എയർ ബാഗ്, ABS, റെയർ സെൻസർ, മിറർ ഇൻഡിക്കേറ്റേഴ്സ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റീരിയോ. നമുക്ക് അലോയ്സ് പോലെ തോന്നിക്കുന്ന വീൽ കവേഴ്സ് ആണ് ഇതിൽ വരുന്നില്ല. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അലോയ്സ് പോലെ തോന്നുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 5,65,000 രൂപ. 5,65,000 ചോദിക്കുന്ന പ്രൈസ്.
ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളും ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാം, നമുക്ക് 95% ലോണിങ് ചെയ്യാൻ പറ്റും, 1 year വാറണ്ടി കിട്ടുകയും ചെയ്യും. 1 വർഷത്തെ വാറണ്ടി ഉണ്ട്, 95% വരെ ലോൺ സൗകര്യം ഉണ്ട് കേട്ടോ. അടുത്തായിട്ട് ഹ്യുണ്ടായിയുടെ i10. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 2008 i10 മാഗ്ന ഓട്ടോമാറ്റിക് ആണ്. മാഗ്ന ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സെക്കൻഡ് യൂസർ ആണ്. കിലോമീറ്റർ 49,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിനല്ലേ? പെട്രോൾ എഞ്ചിനാണ്. ഇത് മാഗ്ന എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? നമുക്ക് ഇതിൽ കമ്പനി തരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ തരുന്നത്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പക്കയല്ലേ? 4 ടയറും പുത്തനാണ്. പുത്തൻ ടയേഴ്സ് ആണ് നിലവിലുള്ളത്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 1,70,000 ആണ് പ്രൈസ് വരുന്നത്. 1,70,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയൊരു എമൗണ്ട് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെറിയ എമൗണ്ടിലൊക്കെ ഇതുപോലെയുള്ള ഓട്ടോമാറ്റിക് വാഹനങ്ങൾ, അതായത് ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് ഇപ്പോൾ ആളുകളുണ്ട്. കാരണം വീട്ടിലൊരു ഓട്ടോമാറ്റിക് വാഹനം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ലേഡീസിനും കാര്യങ്ങളൊക്കെ ഒരു മോഡൽ വെഹിക്കിളും കൂടിയാണ്. ഓക്കെ. വെന്യൂവിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് വെന്യൂയുടെ മിഡിൽ വേരിയന്റ് ആണ്, എസ് എന്ന ഓപ്ഷൻ ആണ്. എസ്. അതെ, ഇത് സിംഗിൾ യൂസ് ആണ്. വെറും 25,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. വെറും 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ ഡീസലാ? പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിനാണല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളോ? ഇതും ഇൻസ്പെക്ടഡ്, നമ്മുടെ ഫുൾ ചെക്ക് പോയിന്റ്സ് എല്ലാം കഴിഞ്ഞ് ഓക്കേന് ശേഷം വണ്ടി എടുത്തത്. എത്ര മോഡൽ? എത്ര എന്ന് പറഞ്ഞു? 2020 മോഡൽ. 2020 മോഡലാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത്. ഈ എസ് എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇത് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്, അതായത് 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, നോർമൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്കും വരുന്നുണ്ട്, 2 എയർ ബാഗ്, ABS വരുന്ന മോഡൽ. 2 എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി വെന്യൂ ഒക്കെ നോക്കുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 7,30,000 ആണ് പ്രൈസ്. 7,30,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. 1 year വാറണ്ടി. വിത്ത് 1 year വാറണ്ടി. അതാണ് കാരണം. വേറെ മാരുതിയുടെ വാഹനമല്ല, എന്നിട്ട് പോലും 1 year വാറണ്ടിയാണ് കൊടുക്കുന്നത്. അതായത് വാഹനം ഇവരുടെ ചെക്ക് പോയിന്റും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം വാഹന കണ്ടീഷനാണ്, വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പൂർണ്ണമായിട്ട് ഇവർക്ക് തന്നെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് 1 year വാറണ്ടി കൊടുക്കുന്നത്. അതായത് വണ്ടി പർച്ചേസ് ചെയ്യുന്ന മുമ്പായിട്ട് ഏതാ ബ്രാൻഡ് എന്ന് വെച്ചാൽ ആ ബ്രാൻഡിന്റെ ഹിസ്റ്ററി ഫുള്ള് ആ സർവീസ് സെന്ററിൽ ചെന്ന് എടുപ്പിക്കും. അതിനുശേഷം വണ്ടി പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ നോക്കുന്നതിനേക്കാൾ, അതായത് നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇവർ വാഹനങ്ങൾ എടുക്കുന്നത്. പിന്നെ അതിനുശേഷം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടാണ് കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എത്രയെന്ന് പറഞ്ഞാൽ 7,30,000 രൂപ. 7,30,000 രൂപയാണ് ചോദിക്കുന്നത്. എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഇത് 95% ചെയ്യാൻ പറ്റും. ഒരു 90-95% വരെ ലോണും ചെയ്യാൻ പറ്റും. 1 year വാറണ്ടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോറൂമിൽ മാരുതി വാഹനങ്ങൾ മാത്രമല്ല, ഇതുപോലെ മറ്റുള്ള അതർ ബ്രാൻഡ് വാഹനങ്ങളുണ്ട്. ഏത് വാഹനം വേണമെങ്കിലും ഇങ്ങനെ കോൺടാക്ട് ചെയ്തോടെ. ഇവരുടെ ലിസ്റ്റിൽ എപ്പോഴും ഒരു 10-500ഓളം വാഹനങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടാവും. ഇത് പോപ്പുലർ വെഹിക്കിൾസിൻ്റെ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യുക. ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? കാക്കനാട് സെസ്സിന്റെ ഓപ്പോസിറ്റ് വരും. അതായത് നമ്മുടെ ഈ ഒരു ഹൈവേ റോഡിലെ വലിയ ബിൽഡിംഗിന്റെ സീപോർട്ട് എയർപോർട്ട് റോഡില് നമ്മുടെ കളക്ടറേറ്റിന്റെ അവിടെ നിന്ന് ഇരുമ്പനം പോകുന്ന റൂട്ട് സെസ് എത്തുന്ന മുമ്പായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരാണെങ്കിൽ വരിക. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള പരാതിയും പരിഭവമായിട്ട് അവരും വരുന്നു വേണ്ട. കാരണം നിങ്ങൾ വിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ കസ്റ്റമറുടെ അടുത്തൊക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റുന്നതില്ല. അപ്പോൾ വാട്സാപ്പ് നമ്പർ കൂടിയല്ലേ ഈ നമ്പർ? വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ നമുക്ക്. അതെ. ഓക്കെ. നിങ്ങളുടെ ആവശ്യങ്ങൾ വാട്സാപ്പിൽ പറയുക. ഇവരുടെ ഒരു സമയത്തിന് നോക്കിയിട്ട് റിപ്ലൈയും കാര്യങ്ങളും തരാതിരിക്കില്ല. നമുക്ക് മറ്റൊരു ദിവസം മറ്റു വീഡിയോ വെക്കണം. പിന്നെ ഇതുവരെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തി തന്ന നമ്മുടെ ഡൊണാൾഡ് ബ്രോക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു ബ്രോ.